എല്ലാവർക്കും സ്വന്തം വണ്ടി ഒന്ന് ലോവർ ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടാവും. എന്നാൽ ലോവർ ചെയ്തിട്ട് കിട്ടിയ ഒരു പണിയെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മുടെ സെല്ലിനകത്ത് ബാക്കിൽ ഇത്രയും ഹൈറ്റ് ഉണ്ട്, അതെനിക്ക് ഒരു പേഴ്സണലി ബോറായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് ലോവർ ചെയ്യാം എന്ന് കരുതി. നിലവിലുള്ള സ്റ്റോക്ക് സ്പ്രിങ് തന്നെ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ലോവർ ചെയ്യാൻ പോകുന്നത്. ഇത്രത്തോളം വരുന്ന ഭാഗം നമ്മൾ ഇതിൽ നിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട്. തൽക്കാലം നമ്മളിപ്പോൾ ബാക്കിലെ സ്പ്രിങ് മാത്രമേ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുള്ളൂ. അത് തന്നെ നമ്മുടെ വണ്ടിയുടെ ടോട്ടൽ ലുക്ക് തന്നെ മാറി. ശേഷം നമ്മളൊരു 1,500 കിലോമീറ്ററിന്റെ ഒരു ചെറിയൊരു യാത്ര പോയി. അപ്പോഴാണ് ലോവർ ചെയ്താലും ഉണ്ടാവുന്ന ശരിക്കും ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. സ്പ്രിങ് കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് അവിടെ ഉണ്ടാവുന്ന ആക്ഷൻ വലിയ തോതിൽ തന്നെ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടിക്ക് കിട്ടിയിരുന്ന ആ ഒരു കംഫർട്ടും സോഫ്റ്റ്നെസ്സും നഷ്ടപ്പെട്ടു. സോ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷനിലേക്ക് തന്നെ മാറ്റാൻ തീരുമാനിച്ചു. മാർക്കറ്റിൽ പുതിയ സ്പ്രിങ് അന്വേഷിച്ചിട്ട് കിട്ടാതായപ്പോൾ ഈ സ്പേസർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് ആ ഹൈറ്റിലേക്ക് തന്നെ കൊണ്ടുവരാൻ പോകുന്നത്. ഏകദേശം കട്ട് ചെയ്ത് ഒഴിവാക്കി അതേ സൈസാണ് ഈ ബുഷിനും. അതിട്ട് കഴിഞ്ഞപ്പോൾ വണ്ടിയുടെ ലുക്ക് ഇതാണ്. അപ്പൊ നമുക്ക് ആ വണ്ടിയുടെ പഴയ കംഫർട്ടും സോഫ്റ്റ്നെസ്സും തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ലോവർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും.